മോഹൻലാലിൻ്റെ രണ്ട് ചിത്രങ്ങൾ തുടരും ചോട്ടാ മുംബൈ, ഈ രണ്ട് ചിത്രങ്ങളുടെ ആഘോഷങ്ങളാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത്. കാരണം ഓരോ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAE നിന്ന് ഇതിൻ്റെ വീഡിയോകൾ പലതും പുറത്തു വരും. മുമ്പ് പിന്നെ അങ്ങ് ആഘോഷമാക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഓരോ രംഗങ്ങളും എല്ലാവർക്കും കാണാപ്പാടമാണ്. അപ്പം ഓരോ സീനിൽ ലാലേട്ടൻ വരുമ്പോഴും ബാക്കിയുള്ളവർ വരുമ്പോഴൊക്കെ അവരങ്ങ് ആഘോഷമാക്കുകയാണ്. അതുതന്നെയല്ല, അതിനൊരു ഫെസ്റ്റിവൽ മൂഡുള്ള ചിത്രമായിരുന്നു. എല്ലാം തമാശ രീതിയിൽ പറഞ്ഞു പോകുന്ന സെൻറ്റിമെൻറ്റ്സ് വരെ തമാശയിലേക്ക് കൊണ്ടുവന്നൊരു ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ. അപ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള സിനിമ, ആ ഫെസ്റ്റിവൽ സീസൺ എനിക്ക് തോന്നുന്നു ഈ അന്യരാജ്യക്കാരൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് UAEയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, ഒരവധി ദിവസം ഉണ്ടെങ്കിൽ അന്ന് ചോട്ടാ മുംബൈ അവിടെ ഒരു ഷോ കാണും. അപ്പോൾ അവിടേക്ക് അങ്ങ് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വെക്കേഷന് ട്രിപ്പൊക്കെ പോകത്തില്ല, അതുപോലെ ചോട്ടാ മുംബൈ കാണുക, അതിനു വേണ്ടി 2-2.5 മണിക്കൂർ ആ തിയേറ്ററിലങ്ങ് നിറഞ്ഞ് ആഘോഷിക്കുക. ഇത് തന്നെയാണ് ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. ഇത് UAEയിലെ മാത്രമല്ല, മിക്കവാറും രാജ്യങ്ങൾ. പിന്നെ ചോട്ടാ മുംബൈയെ പറ്റി എനിക്കൊരു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ചോട്ടാ മുംബൈയുടെ ഇതൊന്നും ഒട്ടും ശരിയായിട്ടില്ലായിരുന്നു. ഒരു റിലീഫ് ചിത്രം ചെയ്യുമ്പോൾ അവരും പ്രതീക്ഷിച്ചില്ലെന്ന്, ഇത്ര വലിയ ഹൈപ്പ് ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഏകദേശം 5 കോടി രൂപയ്ക്ക് അടുത്ത് ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 27-നായിരുന്നു UK-യിലും അയർലൻഡിലും റിലീഫായത്. അപ്പം കാനഡ, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജൂൺ 6-ന് എല്ലാ സ്ഥലങ്ങളിലും കൂടെ ഇത് റിലീഫ് ആക്കിയിരുന്നെങ്കിൽ ഒരു ഭയങ്കര ഓളം സൃഷ്ടിക്കും, ഇതിലും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയേനെ എന്ന് തോന്നുന്നു. ഇത് പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ റിലീഫ് ചെയ്തത് അതൊരു നല്ലൊരു അറേഞ്ച്മെൻ്റ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പോലും പ്രതീക്ഷിച്ചില്ല, നിർമ്മാതാക്കൾ പോലും പ്രതീക്ഷിച്ചില്ല. മണിയമ്പിള്ള രാജുവായിരുന്നു നിർമ്മാതാവ്, ഇത്ര വലിയ ഓളം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. ഏതായാലും ഇതൊരു വൻ തരംഗമായി മാറുകയും ചെയ്തു. ഇപ്പം UAEയിലൊക്കെ എന്ന് പറഞ്ഞാൽ 4-ാമത്തെ ആഴ്ചയാണ് പിന്നിടുന്നത്. അപ്പം അവിടെ ഒരു പ്രത്യേക ഓളമാണ്. അവധി ദിവസങ്ങളിൽ അവിടെ ഒരു ഫാൻ ഷോ സംഘടിപ്പിക്കുക, അവിടെ ആൾക്കാരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, അടുത്ത ആഴ്ചയും വീണ്ടും ഫാൻ ഷോകൾ വേണമെന്ന് ആൾക്കാർ ആവശ്യപ്പെടുന്നു, പക്ഷെ നിർവാഹമില്ല എന്ന് അവർ തന്നെ ചില വീഡിയോയ്ക്കത് പറയുന്നത് ഞാൻ കണ്ടു. അതുപോലെ ഒരു ആഘോഷം നിറഞ്ഞാഘോഷിക്കുക അല്ലേ, അത് തന്നെ കേരളത്തിൽ കണ്ടതുപോലെ തന്നെയാണ് അന്യരാജ്യങ്ങളിൽ ഇത് കാണുന്നത്. പിന്നെ തുടരുമെന്ന ചിത്രം 60 ദിവസം പിന്നിട്ടു. തുടരുമെന്ന ചിത്രം OTT വന്നു, OTT-നും വൻ തരംഗമായി. എന്നാലും തിയേറ്റർ ഇപ്പോഴും റിലീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും UAEയിൽ നിന്നുള്ള വാർത്തകൾ. തരുൺമൂർത്തി UAE സന്ദർശിക്കുന്നു, അവിടെ ഫാൻസ് അസോസിയേഷൻ്റെ ആഘോഷ പരിപാടികൾ, തരുൺമൂർത്തിയുടെ സ്വീകരണം. തരുൺമൂർത്തിയോട് ആൾക്കാർക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം വളരെ നാളിന് ശേഷം മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തിരിച്ചു തന്ന തരുൺമൂർത്തിയോട് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടുണ്ട് അല്ലേ മോഹൻലാൽ ആരാധകർക്ക്. അതുതന്നെയാണ് ഓരോ പ്രദേശങ്ങളിലും അദ്ദേഹം എത്തുമ്പം അദ്ദേഹത്തിനുള്ള സ്നേഹം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പം ഓരോ രാജ്യക്കാരും തരുൺമൂർത്തി അവിടെ ചെല്ലണമെന്ന് ഫാൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഈ എല്ലാ രാജ്യങ്ങളിലും, വിദേശ രാജ്യങ്ങളിലെല്ലാം മിക്കവാറും മലയാളികളുള്ളിടത്തെല്ലാം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുമായിട്ട് ബന്ധപ്പെട്ട് തരുൺമൂർത്തി ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നും ആരംഭിച്ചിട്ട് പോലും ഇല്ല എന്ന് തോന്നുന്നു. ഇത് ഈ ആഘോഷം തുടരുന്ന ചിത്രത്തിൻ്റെ ആഘോഷ പരിപാടി തീർന്നിട്ട് വേണ്ട പുതിയ ചിത്രത്തെ പറ്റി ചിന്തിക്കാൻ തന്നെ. ആ അവസ്ഥയാണ് തരുൺമൂർത്തി വളരെ സന്തോഷവാനാണ്. മോഹൻലാൽ ആരാധകരെ തരുൺമൂർത്തി തന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൗദി വെള്ളയ്ക്ക, അതുപോലെ ഓപ്പറേഷൻ ജാവ എന്നീ സാമാന്യം തരക്കേടില്ലാത്ത ഹിറ്റായ 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും തരുൺമൂർത്തി എന്ന് പറയുന്ന ആളുടെ പേരറിയായിരിക്കും, പക്ഷെ ആളിനെ അത്ര പരിചയമില്ലായിരുന്നു ആൾക്കാർക്ക്. പക്ഷെ ഒറ്റ ചിത്രത്തിലൂടെ ഈ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ, മലയാള പ്രേക്ഷകർ, സിനിമാ പ്രേക്ഷകരെല്ലാം തരുൺമൂർത്തി എന്ന് പറയുന്ന ആളിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ പോയാലും ആൾക്കാർ ആ സ്നേഹം കൊടുക്കുന്നുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ സംവിധായകർ അവരുടെ ഒരു ജീവിതാഭിലാഷമായി മാറുന്നത്. മോഹൻലാലിൻ്റെ ഒരു ചിത്രം സംവിധാനം ചെയ്യുക എന്നുള്ള ജീവിതാഭിലാഷമായി മാറുന്നത്. കാരണം എത്ര ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, എത്ര സൂപ്പർ ഹിറ്റുകൾ കഴിച്ചാലും
മോഹൻലാലിൻ്റെ ഒരു ചിത്രം സൂപ്പർ ഹിറ്റ് ആയാൽ കിട്ടുന്ന സ്നേഹം മറ്റൊരു ചിത്രത്തിനും കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഇതിന് താഴെ പലരും കമൻറ്റുമായിട്ട് വരാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് പൊട്ടിക്കരാ, നിങ്ങളുടെ ആ സങ്കടമൊന്നും തീരട്ടെ. ഇപ്പം കണ്ണപ്പ എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റുകൾ സ്ഥിരമായിട്ട് നമുക്ക് വരുന്നു. ഈ എല്ലാം സഹിച്ച് ക്ഷമിച്ചുമൊക്കെ ഇരുന്നവർക്ക് ചെറിയൊരു സാധനമാണ് കിട്ടിയത്. കണ്ണപ്പയിലെ 5 മിനിറ്റ് റോള് മോഹൻലാലിൻ്റെ. ആ കണ്ണപ്പ പരാജയത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുങ്ങളെല്ലാം കൂടെ ഇല്ല ചാടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് വരുന്ന കമൻറ്റുകൾ തുടർച്ചയായിട്ടുള്ള കമൻറ്റുകൾ വരുന്നു, എന്താ കണ്ണപ്പയെ പറ്റി പറയാത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് പറയേണ്ട കാര്യമില്ല എന്ന് പറയും. ഒരു മോഹൻലാൽ ചിത്രമല്ല അത്. എന്നിട്ടും ഏകദേശം 50 കോടിയോളം ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മോഹൻലാൽ ചിത്രം ഇനി റിലീസ് ആകാനുള്ളത് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാൻ്റെ ചിത്രമാണ്. അത് ഓണത്തിന് റിലീസാകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ 2 ചിത്രങ്ങൾ റിലീസിങ്ങിന് കാത്തു നിൽക്കുന്നുണ്ട്. ഒന്ന് ഉദയനാണ് താരം, മറ്റൊന്ന് വടക്കൻനാഥൻ എന്ന ചിത്രമാണ്. പിന്നെ രാവണപ്രഭുവൊക്കെ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. രാവണപ്രഭുവൊക്കെ പൊതുവെ ഓളം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ചിത്രമാണ്. കാരണം അതിനകത്ത് ഒരു തിയേറ്റർ ഓളം സൃഷ്ടിക്കണമെങ്കിൽ എന്ന് പറയുന്നത് സംഭാഷണങ്ങൾ കൊണ്ടും അതുപോലെ പാട്ടുകൾ കൊണ്ടുമൊക്കെയാണ് ഓളം. ആൾക്കാർക്ക് ആടി തിമിർത്താനുള്ള കാരണം വേണം. അത് രാവണപ്രഭുവിനകത്ത് ആവശ്യത്തിനുണ്ട്. പക്ഷേ ഉദയനാണ് താരവും വടക്കുന്നാഥും എന്നീ 2 ചിത്രങ്ങൾ 2 വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. ഒരു കുടുംബ ചിത്രത്തിൻ്റെ ലേബലിൽ പെടുത്താവുന്ന ചിത്രങ്ങളാണ്. ഇത് മികച്ച 2 ചിത്രങ്ങളാണ്, വടക്കുന്നാഥനായാലും ഉദയനാണ് താരങ്ങളും. പക്ഷേ അത് തിയേറ്ററിൽ എന്തുമാത്രം ഓളം സൃഷ്ടിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതൊരു കഥ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതുമല്ല, ആ സമയത്ത് വൻ സൂപ്പർ ഹിറ്റായ 2 ചിത്രങ്ങളാണ് വടക്കുന്നാഥനും ഉദയനാണ് താരം. വടക്കുന്നാഥൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. ഇഷാരടി എന്ന് പറയുന്ന കഥാപാത്രം മോഹൻലാൽ നിറഞ്ഞാടിയ കഥാപാത്രമാണ്. അപ്പം ആ ചിത്രമൊക്കെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ഇപ്പം വിജയിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും മോഹൻലാൽ ചിത്രമില്ലേ, ഏതായാലും നിർമ്മാതാവിന് ഏതായാലും നഷ്ടം വരുത്തില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. നമ്മളെത്ര കണ്ടാലും ഇതൊന്നും മടുക്കത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഉദയനാണ് താരം. എന്നിട്ട് റിലീസിങ് 30-ാം തീയതി നിശ്ചയിച്ചെന്ന് മാറ്റിവെച്ചു എന്ന് തോന്നുന്നു. ജൂലൈയിലേക്ക് കാണും എന്ന് തോന്നുന്നു. പിന്നെ തുടർച്ചയായിട്ടുള്ള റിലീസിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മടുക്കും. അതായത് അമൃതം വിഷം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഒത്തിരി റിലീസിങ് ചിത്രം വന്നു കഴിഞ്ഞാൽ ഏകദേശം ആൾക്കാർക്കൊരു മടുപ്പും ഉണ്ടാവും അല്ലേ. ഏതായാലും മോഹൻലാലിൻ്റെ റിലീസിങ് ചിത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ റിലീസിങ് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ വിജയമായിരിക്കുന്നത്. ബാക്കി ആരുടെയും വിജയമായിട്ടില്ല. അതൊരു വിഷയമാണ്. പിന്നെ വന്നിരിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ, മമ്മൂട്ടിയുടെ എല്ലാ ചിത്രങ്ങളും പരാജയപ്പെട്ടു. എന്തിനു പറയുന്നു, വടക്കൻ വീരകഥ വരെ 1,10,00,000 രൂപ മാത്രമേ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ വടക്കൻ വീരകഥ എന്നൊക്കെ പറയുന്ന മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കുന്ന ഒരു ചിത്രം. എന്നിട്ട് പോലും റിലീസിങ്ങിൽ ഇത് വൻ വിജയമായി മാറിയില്ല. അപ്പം ഞാൻ ഈ കമൻ്റ് ഇടുന്നവരോട്, മോഹൻലാലിനെ വിമർശിച്ച് കമൻ്റ് ഇടുന്നവരോട് പറയാനുള്ളത്, മമ്മൂട്ടിയുടെ ചിത്രങ്ങളും തിയേറ്ററിൽ പോയി കാണുക, അതൊക്കെ വൻ വിജയമാക്കുക. അതാണ് ഈ ഫൈറ്റ് എന്ന് പറയുന്നത്, ആരോഗ്യപരമായ ഫൈറ്റ്. ഒരു നടൻ്റെ സിനിമ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക, ഞങ്ങൾക്കും പവറുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് മോഹൻലാലിനെ പറ്റി നല്ലത് പറയുന്നവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട് അവരെ തെറി വിളിഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പൊട്ടിക്കരയുക. എല്ലാ പ്രശ്നങ്ങളും തീരും, എല്ലാ മനസ്സിൻ്റെ എല്ലാ ഭാരവും തീരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബൈ.